ഹിദായത്ത് നഗർ. ഇതൊരു കണ്ണാം വെളുമ്പത്ത് മഖാം ഷെരീഫ്, സെൻറ്റ് മേരീസ് ചർച്ച്, കപ്പേള. അച്ഛന് യാത്രകൾ ഒരുപാട് ഇഷ്ടമുണ്ടാകും. റിസാർട്ട് ആദ്യം എന്തൊരു ചൊരാണ്. പോത്തിന് വെള്ളത്തിലിറക്കി എങ്ങനെ ഉണ്ടാവും അതുപോലെയാണ് ഞാനും. ഹായ്, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ ഇത് കഴിഞ്ഞ വീഡിയോൻ്റെ ബാക്കി വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വീണ്ടും വന്നത്. അങ്ങനെ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രമൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി. അങ്ങനെ ഞങ്ങളിതാ മറ്റൊരു സ്ഥലത്തേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല. മുന്നിലുള്ള ആൾ പറയണം എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അപ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. 1 മണി വരെ ദർശനം ഉണ്ട് അല്ലേ. ഇപ്പോൾ കണ്ടോ ഒരുപാട് തിരക്കായത്. രാവിലെ അധികം തിരക്കില്ലായിരുന്നു. ഏതായാലും സ്പെഷ്യൽ താങ്ക്സ് ഉണ്ടല്ലോ. ഒരുപാട് താങ്ക്സ്. താങ്ക് യു. പോത്തിന് വെള്ളത്തിലിറക്കി എങ്ങനെ ഉണ്ടാവും അതുപോലെയാണ് ഞാനെന്നാ പറയുന്നത്. ക്ഷേത്രത്തിൽ പോയാൽ ഒരുപാട് നേരം തൊഴുത് പ്രാർത്ഥിച്ച് അവിടുത്തെ ഭക്തി നിർഭരമായ അന്തരീക്ഷമൊക്കെ ഒന്ന് ആസ്വദിക്കണ്ടേ. ഇനി എങ്ങോട്ടാ പോണത്? നമ്മൾ വന്ന വഴിയല്ലല്ലോ പോകുന്നത്. വേറെ എങ്ങോട്ടാ പോകുന്നത്? പുരുളിമല. പുരളിമല മുത്തപ്പൻ മടപ്പുര. അപ്പോൾ പ്രസാദേട്ടൻ പറഞ്ഞത് കിട്ടില്ലേ. ഇനി ഞങ്ങൾ പോണത് പുരളിമലയിലേക്കാണ് കേട്ടോ. പുരളിമല ശ്രീ മുത്തപ്പൻ മടപ്പുര ക്ഷേത്രം കാണാനാണ് കേട്ടോ പോകുന്നത്. ഞാനിങ്ങനെയുള്ള ഒരു സ്ഥലത്തെക്കുറിച്ച് കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല. ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ ദൂരം ഉണ്ടാവും കേട്ടോ. എനിക്ക് അത്രയാണ് തോന്നുന്നത്. അത്ര തന്നെ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ അതിൽ കൂടുതലുണ്ടോയെന്ന് അറിയില്ല. ഏതായാലും ചെറിയൊരു കയറ്റാണ്. അപ്പുറം റബ്ബർ തോട്ടങ്ങളും വീടുകളൊക്കെ ഒരുപാടുണ്ട്. പക്ഷേ നല്ല വളവും തിരിവായിട്ട് ചെറിയൊരു കയറ്റാണ് കേട്ടോ. ശരിക്കും ഒരു മലയിലേക്കാണ് തോന്നുന്നത് പോകുന്നത്. നല്ല കയറ്റാണല്ലോ. അത് ശരിക്കും ചുരം തന്നെയാണ് കേട്ടോ. ട്രൈബൽസിൻ്റെ ഒരുപാട് വീടുകളുണ്ട്. ട്രൈബൽസിൻ്റെ ഏരിയയാണ്. എൻ്റെ അച്ഛനെ കൊണ്ടുവരണം അതിലേക്ക്. അച്ഛനാണ് ഇങ്ങനെ കാണുന്നത് ഭയങ്കര ഇഷ്ടം. അച്ഛന് യാത്രകൾ ഒരുപാട് ഇഷ്ടമുണ്ടാകും. റിസാർട്ട് ആദ്യം എന്തൊരു ചുരമാണ്. ചുരം തന്നെ നാടുകാണി ചുരത്തിനെയും കടത്തി വെട്ടുന്ന ചുരമാണല്ലോ. റബ്ബറാണ് അല്ലേ. ഫോറസ്റ്റ് ഏരിയ റബ്ബർ. നന്ദി മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്ത്. മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്ത് ഇത്ര വരെയുള്ളൂ. അത്ര വരെ ഉള്ളൂ തോന്നുന്നു. ഇവിടുന്ന് അങ്ങോട്ട് പുരളിമലയിലേക്കാട്ടോ പോണത്. അയ്യോ എന്താ അത്. മെല്ലെ പോണേ. ശരിക്കൊരു ചെറിയ നാട് കാണിച്ചോരം തന്നെയാണ് കേട്ടോ. സെൻറ്റ് മേരീസ് ചർച്ച്, കപ്പേള. ചർച്ചിൻ്റെ കപ്പേള. റബ്ബർ ഇങ്ങനെ കണ്ടാൽ ഇവിടെ പിന്നെ ക്രിസ്ത്യൻസ് ഏരിയയാണ് മനസ്സിലാക്കാം. കുടിയേറ്റ കർഷകർ ഒരുപാടുള്ള മേഖലയാണെന്നാണ് തോന്നുന്നത് കണ്ടിട്ട് അല്ലേ. ക്രിസ്ത്യൻസ്. കോട്ടയത്തുനിന്നും അങ്കമാലിയിൽ നിന്നൊക്കെ കുടിയേറിയ കർഷകരായിരിക്കും. കുടിയേറ്റ കർഷകർ. എല്ലാം റബ്ബറാണല്ലോ. വലിയ സന്തുലിതാവസ്ഥ. കശുമാവ് ഒരുപാടുണ്ട്. കശുമാവൊന്നും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കാണാൻ കിട്ടുന്നില്ല. പറങ്കി മാവ്. അമ്മ പറയണ വൃത്തിക്കാമാവ്. 2 റോഡ് അങ്ങോട്ടോ ഇങ്ങോട്ടോ. കാറ് അങ്ങോട്ടാണ് പോകുന്നത്. മുത്തപ്പൻ്റെ ദേവസ്ഥാനം എല്ലായിടത്തും നായ്ക്കൾ ഒരുപാടുണ്ടാവും. കാർഷിക മേഖലയാണ് കേട്ടോ. വാഴ, തെങ്ങ്, കവുങ്ങ്, റബ്ബർ എല്ലാം ഉണ്ട്. ഇങ്ങനെ മുത്തപ്പൻ മടപ്പുര, പുരളിമല മുത്തപ്പൻ മടപ്പുര എത്തിട്ടോ. ഈ മടപ്പുര നിൽക്കുന്ന സ്ഥലം കണ്ടോ. എന്തൊരു ഭംഗിയാണ് അവിടെ കാണാൻ. പുരളിമലൻ്റെ താഴ്വാരാണ് കേട്ടോ ഇത്. ഒരുപാട് കൃഷികളും
പിന്നെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും ഉള്ള നാടാണ് കേട്ടോ ഇത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. വൈകുന്നേരങ്ങളിൽ ഇവിടെ മഞ്ഞ് പെയ്യുമെന്ന് പറയുന്നേക്കാം. ഈ ഭാഗത്തായിട്ടൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് അത്രേ. പിന്നെ തൊട്ടപ്പുറത്തായിട്ട് മലയുടെ മുകളിലായിട്ട് പഴശ്ശിരാജ യുദ്ധത്തിനൊരുങ്ങുന്ന ഹരിശ്ചന്ദ്രൻ കോട്ടയുണ്ട് അത്രേ. മുത്തപ്പൻ ക്ഷേത്രത്തിലെ കുളമാണ് കേട്ടോ. താമര താമരയല്ല, നീല ആമ്പൽ, നീലത്താമര. മുത്തപ്പൻ ക്ഷേത്രത്തിലേക്ക് കയറുന്നതിന് മുൻപ് വലത് ഭാഗത്തായിട്ട് ചെറിയൊരു അമ്പൽക്കുളം ഉണ്ട് കേട്ടോ. നിറയെ പൂക്കളുണ്ട്. കാണാൻ നല്ല രസമുള്ള നീലത്താമര എന്ന് പറയുന്ന അമ്പൽപ്പൂക്കൾ. അങ്ങനെ ഞങ്ങളിതാ ക്ഷേത്രത്തിനുള്ളിലെത്തി. ഞങ്ങളവിടെ തൊഴുതു പ്രാർത്ഥിച്ചു. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ വെള്ളാട്ട് നടക്കാനുള്ള ഒരുക്കത്തിലാണ്. തെയ്യം കെട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞാൽ തുടങ്ങും കേട്ടോ. അപ്പോൾ പുരളിമലനെക്കുറിച്ച് ഞാൻ ഇതുവരെ കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല. അപ്പോൾ വായിച്ചറിഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, രാമരാവണ യുദ്ധകാലത്ത് ഹനുമാനെ മൃതസഞ്ജീവിനി തേടി മരുത്വാമലയിൽ പോയപ്പോൾ അവിടെ ചെന്നപ്പോൾ ഹനുമാന് മൃതസഞ്ജീവിനി ഏതാണെന്ന് അറിയില്ല. അപ്പോൾ മരുത്വാമല മൊത്തത്തിൽ അങ്ങനെ പറിച്ചെടുത്ത് കൊണ്ടുപോരുന്ന വഴിക്ക് മരുത്വാമലയുടെ ഒരു ചെറിയ കഷ്ണം പുരളിമല നിന്ന ഭാഗത്ത് അടർന്ന് വീഴുകയും അങ്ങനെയാണ് പുരളിമല ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത്. അതാണ് കേട്ടോ ഐതിഹ്യം. ഞാൻ വായിച്ചറിഞ്ഞത് അതാണ് കേട്ടോ. ശ്രീ മുത്തപ്പൻ്റെ ആരുടെ സ്ഥാനം എന്ന് പറയുന്നത് പുരളിമലയാണത്രേ. പിന്നെ ഈ മുത്തപ്പൻ തെയ്യം കെട്ടി ആടുന്നത് വിഷ്ണുവിൻ്റെ പ്രതിരൂപമായിട്ടും വെള്ളാട്ടാടുന്നത് ശിവൻ്റെ പ്രതിരൂപമായിട്ടാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഞങ്ങൾ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വെള്ളാട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ തെയ്യം കെട്ടി ആടുന്നത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. നമ്മളൊരു കൗതുകത്തോടു കൂടി ചെറിയ കുട്ടികളെ പോലെ ഇങ്ങനെ നോക്കിയെന്ന് പോകും. നല്ല രസമുണ്ട്. ഇത് ഇടയ്ക്ക് ഇങ്ങനെ കണ്ണുകൊണ്ടൊക്കെ ഇങ്ങനെ താളം കാണിക്കുമ്പോഴേ, ആംഗ്യം കാണിക്കുമ്പോൾ തോന്നും നമ്മളെ വിളിക്കുകയാണ്. എനിക്ക് ചില സമയത്ത് പേടിയും തോന്നുന്നുണ്ട്, ചില സമയത്ത് ചിരിയും വരുന്നുണ്ട്, ഭയങ്കരമായിട്ടൊരു കൗതുകം തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു കൗതുകത്തോടു കൂടി ഇങ്ങനെ നോക്കി നിന്നപ്പോഴാണ് ഈ മുത്തപ്പൻ്റെ വാക്കുകൾ ഇതാ ഇവിടെ കണ്ടത്. വന്നവരാരെയും മടക്കുകയില്ല, പോന്നവരാരെയും വിളിച്ചിട്ടില്ല, കണ്ടവരാരും ഒഴിഞ്ഞിട്ടില്ല, ഒഴിഞ്ഞവരാരും കണ്ടിട്ടില്ല, വിശ്വസിച്ചവരെ ചതിക്കുകയില്ല, ചതിച്ചവരെ വിശ്വസിക്കുകയുമില്ല, പ്രപഞ്ചം സത്യം, സത്യം ലോകം, ലോകം വാസം. അത് നല്ലൊരു വാക്കുകളാണ് കേട്ടോ. ഇങ്ങനെ ഇത് വായിക്കുമ്പോൾ സത്യം പറഞ്ഞൊരു പേടിയും തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറേ നേരം വെള്ളാട്ടമൊക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ട് മുത്തപ്പൻ്റെ അനുഗ്രഹം വാങ്ങാൻ ഒരുപാട് പേര് നിൽക്കുന്നുണ്ട്. അതും കുറേ നേരം നോക്കിയിരുന്നു. അത് കഴിഞ്ഞിട്ടാട്ടോ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. എല്ലാ ദിവസവും പൂജയും വഴിപാടുകളും ഈ വെള്ളാട്ടവും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ക്ഷേത്രത്തിന് തൊട്ടടുത്തായിട്ട് ഊട്ടുപുര ഉണ്ട് കേട്ടോ. ഊട്ടുപുരയിൽ എന്നും ഭക്ഷണമുണ്ട്, അതായത് അന്നദാനമുണ്ട്. രാവിലെ 11 മണി വരെ ചായ, പിന്നെ ഉച്ചയ്ക്ക് 12:15 മുതൽ ഉച്ചഭക്ഷണം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനൊന്നും നിന്നിട്ടില്ല. പിന്നെ ഊട്ടുപുരേൻ്റെ തൊട്ടടുത്തായിട്ട് ഇതാ നമ്മൾ മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിൽ കണ്ട അതേ മരം, നാഗലിംഗ മരം. നമ്മൾ അവിടെ കണ്ട മരത്തിൽ പൂവ് മാത്രമേ ഉള്ളൂ. ഇതുമേൽ പൂവ് മാത്രമല്ല കായും ഉണ്ട് കേട്ടോ. ഇപ്പോൾ നാട്ടിൽ കാണുന്ന കമ്പിളി നാരങ്ങല്ലേ, വലിയ കമ്പിളി നാരങ്ങ, അതിൻ്റെ കായ പോലെയാണ്, വലിയ കായ. ഇതിൻ്റെ മരത്തിൻ്റെ ഇതുമായി എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, പൂവും കായൊന്നും തൊടരുതെന്ന്. അങ്ങനെ ശ്രീ മൃദംഗശൈലേശ്വരി ക്ഷേത്രം കണ്ട് പറയാം. പിന്നെ പുരളിമല മുത്തപ്പൻ ശ്രീ മടപ്പുര ക്ഷേത്രം അതും കണ്ട് പിന്നെ ഞങ്ങളിതാ ഒരു 11:30 ആയപ്പോൾ ഇറങ്ങാണ്ട്. കുറച്ച് നേരം കൂടി ഇവിടെ നിന്നാൽ ഭക്ഷണം കഴിക്കാനുള്ള സമയമായിട്ടോ. പക്ഷേ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനൊന്നും നിന്നില്ല. ഞങ്ങൾക്ക് വീട്ടിൽ ചെന്നിട്ട് വേറൊരു പരിപാടിക്ക് പോകാനുള്ളത് കൊണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനൊന്നും നിൽക്കാതെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു കേട്ടോ. സത്യത്തിൽ എനിക്കിവിടെ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഭംഗിയുള്ള സ്ഥലം. കണ്ണൂരിൻ്റെ ഊട്ടി എന്നാണത്രേ ഈ പുരളിമലനെ പറയാറ്. പിന്നെ ദാ ഇവിടെ ചെറിയൊരു കുഞ്ഞു ക്ഷേത്രം ഉണ്ട് കേട്ടോ. ശ്രീ മുത്തപ്പൻ നാട്ടിക്കല്ല് എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ക്ഷേത്രമാണ്.
ഇവിടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു ആൽമരം ഒരു കല്ലും ഉണ്ട് കേട്ടോ. നാട്ടിക്കല്ല് എന്നാണ് ഇതിനെ പറയാറ്. ഇവിടെ ശിവസാന്നിധ്യം ഉണ്ടെന്നാണ് കേട്ടോ പറയപ്പെടുന്നത്. ഇവിടെ നേത്രരോഗത്തിന് ശമനം ഉണ്ടാകുന്നൊരു വഴിപാടുണ്ട് കേട്ടോ ഇവിടെ. അതായത് കണ്ണിൻ്റെ അസുഖങ്ങൾക്ക് പ്രത്യേകമായിട്ടൊരു വഴിപാടുണ്ട് കേട്ടോ ഇവിടെ. ഞങ്ങളിവിടെയും തൊഴുത് പ്രാർത്ഥിച്ചു. ഞങ്ങളങ്ങനെ തിരിച്ചു പോന്നു കേട്ടോ. പോന്നപ്പോൾ പേരാവൂർ വഴിയാട്ടോ തിരിച്ചു പോകുന്നത്. ഞങ്ങൾ തിരിച്ചു പോകുന്നത് പേരാവൂർ വഴിയാണ് കേട്ടോ. അപ്പോൾ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്കൊക്കെ പോകുന്ന റോഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ബോർഡ് ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ നെടുമ്പൊയിൽ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അവിടെ നിന്ന് ചായ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കണ്ണൂർ ഫോറസ്റ്റ് ഡിവിഷൻ ഏരിയ ആണ് കേട്ടോ ഇത്. കണ്ണവം വനമേഖല എന്നാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ പോന്നപ്പോൾ ഞങ്ങൾക്കൊരു പേടിയുണ്ടായിരുന്നു. വല്ല ആനയോ പുലിയോ എന്തെങ്കിലുമൊക്കെ വന്ന് മുന്നിലേക്ക് വീഴുമെന്നൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇതിനിടയ്ക്ക് പ്രസാദേട്ടനെ ഇവിടെ ഒന്ന് നിർത്താൻ, ഒന്ന് വിശ്രമിച്ചിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ നിർത്താനായിട്ടില്ല കേട്ടോ. കാരണം അപ്പുറവും കാടാണ്. അപ്പോൾ ഭയങ്കര പേടി. 30 കിലോമീറ്റർ വേഗതയിൽ മാത്രം സഞ്ചരിക്കുക എന്നിങ്ങനെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ആന ഇറങ്ങുന്ന മേഖല എന്നൊന്നും എഴുതി വെച്ചിട്ടില്ല. അപ്പോൾ ആനയൊന്നും ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ ആന പോയിട്ട് ഒരു കുരങ്ങിനെ പോലും ഇവിടെ കണ്ടിട്ടില്ല. ശരിക്കും നല്ല കാട് തന്നെയാണ് അപ്പുറമൊക്കെ ആയിട്ട്. അധികം വാഹനങ്ങളൊന്നും വരുന്നില്ല. ഇടയ്ക്ക് ചില വീടുകളും പിന്നെ ഫോറസ്റ്റ് ഓഫീസേഴ്സിൻ്റെ ക്വാർട്ടേഴ്സുകളോ ഓഫീസുകളോ അങ്ങനെ എന്തൊക്കെയോ കാണുന്നുണ്ട് കേട്ടോ. ചില പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടങ്ങളും അതും കാണുന്നുണ്ട്. പള്ളിയോ? എവിടെ? ഹിദായത്ത് നഗർ. ഇതൊരു കണ്ണവം വെളുമ്പത്ത് മഖാം ഷെരീഫ്. ഇതൊരു നേർച്ചപ്പള്ളിയാണ്. ഇവിടെയൊക്കെ ആൾക്കാർ അങ്ങനെ കണ്ണവം വനമേഖലയോടൊക്കെ യാത്ര പറഞ്ഞ് ഞങ്ങൾ മെയിൻ റൂട്ടിലേക്ക് എത്തിയിട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ചെറിയ യാത്രാവിശേഷങ്ങൾ. പിന്നെ സന്തോഷമുള്ള വലിയൊരു വിശേഷം പറയാനുണ്ട് കേട്ടോ. അത് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഈ കുഞ്ഞു വിശേഷങ്ങൾ ഇഷ്ടമായിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.